ഇത് എന്തടി നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. നീ എന്താ പറയുന്നത്? ശരി, സംസാരിക്കണ്ട. എനിത്തിങ് റിലേറ്റഡ് ടു മൈ ലൈഫ്, എന്റെ സിനിമ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എന്ത് whatever is related to him, I cannot open my mouth. I cannot talk. അത്ര തന്നെ. I am telling you very seriously. I am telling you very honestly. Please. ഹലോ ഹലോ ആ എന്താണ് എന്റെ ശബ്ദം മാറി? ഫോണിൽ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നോ? ഇല്ല, ഇത് ഐപാഡിലല്ലേ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? ഫോണില്, ഐപാഡിലല്ലോ, ഫോണിലല്ലേ ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്തോ? എത്ര ദിവസമായി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്? നിനക്ക് നീ എന്തിനാ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ പോകുന്നത്? ഭയങ്കര മോശമല്ലേ? മോശമോ? പിന്നെ മോശമോ? ശരി, മോശം തന്നെ. നീ നിനക്ക് എന്റെ ബുദ്ധിക്ക് അത്ര മാത്രം എത്തിയാൽ ഞാൻ ഓരോ ചെയ്യാൻ പറ്റില്ല. ശരി, മോശം തന്നെ. Let it be like that. അതെന്താ അങ്ങനെ പറയുന്ന നീ? Let it be like that. No, because I'm trying to tell you, you know me. You know me. How honest I am, or how good I am. You know that. I have tried every possible way. ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. അത് ചിലപ്പം ബാഡ് ടൈം കൊണ്ടായിരിക്കാം. അത് എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഇന്നും നിന്നെ ഇങ്ങനെ എഴുത്ത് വെച്ചിട്ട് I'm very, very clear about it. I'm very, very clear about it. Whatever I have to sacrifice, I've already done. Even if I have to sacrifice my life in the future, I will. പക്ഷെ നിന്നെ ഇതിനെ എഴുത്ത് വിടണം. പ്രേമത്തിന്റെ കാര്യം, തേങ്ങയുടെ കാര്യം, whatever it is, it has to end. രണ്ടാമത് സിനിമയുടെ കാര്യം. നീ ഇത്ര കാലം എങ്ങനെ സിനിമ ചെയ്തു? ഇനി അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രകാലം സിനിമ ചെയ്തതല്ല, നീ കയറ്റത്തിന് ശേഷം എന്റെ ലൈഫിലുണ്ടായ മാറ്റം നിനക്ക് അറിയില്ലേ? See, that is because of the challenge. If you just get rid of ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഓക്കെ, അത് സംഭവിച്ചാൽ അത് കഴിഞ്ഞു, അത് നടന്നു. നീ വീണ്ടും മെസ്സേജ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ it is not going to move ahead. Just leave it and start afresh. ഉള്ളിലുള്ള എന്ത് സംഭവിച്ചു നമുക്ക് മാത്രമല്ലേ അറിയാം, പുറത്താരില്ല. നാളെ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും ഓക്കെ, people will come support you. I don't know how you do it or who's going to come to you, what is going to happen. സത്യത്തിൽ എന്റെ അമ്മ സത്യം, നിന്റെ മേലെ സത്യം, എന്റെ കൊച്ചിന്റെ മേലെ സത്യം. Nobody is more than that. Who is targeting you? എന്നെ അറിഞ്ഞൂടാ. ഈ കയറ്റത്തിന്റെ കാര്യം പറ. കയറ്റം എന്തുകൊണ്ട് ഇറങ്ങാത്തത് അത് പറ. അത് പറയാൻ പറ്റിയാൽ ഞാൻ എങ്ങനെ പറയും? സെയിം സാധനം തന്നെ. ഈ കയറ്റം ഇറങ്ങാത്തതിന്റെ കാരണം പോലെ തന്നെയാണ് ബാക്കിയുള്ളതും. സെയിം സാധനം. ഈ കയറ്റത്തിന്റെ കാര്യം നിനക്കറിയാലോ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ. No, I don't think so. No, I don't think so. കയറ്റത്തിന് മുൻപ് എന്റെ ചോലല്ലേ, അതെന്ത് പറ്റി? അത് നിന്റെ കൂടെയുള്ള കണക്ഷൻ വന്നപ്പോ പോയി. ഇല്ല, അതൊക്കെ മുൻപേ അത് പോയി. ഇല്ല, കയറ്റം റിലീസ് ആവുന്നത് ചോല റിലീസ് ആവുന്നത് നമ്മൾ കയറ്റം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ്. അപ്പൊ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഷൂട്ടിംഗ് ടൈമിൽ ഒന്നും നടന്നിട്ടില്ലല്ലോ. എന്റെ പ്രശ്നമല്ല. നിന്റെ കുറെ സാധനങ്ങൾ, ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം,
നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. അത് നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാളും മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു നിനക്കെന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങിയതാണിത്. അങ്ങനെ എങ്ങനെയാണ് പറയുന്നേ? അതെങ്ങനെ പറയുന്നു? അല്ല എടി മഞ്ജു പറയുന്ന കേക്ക്. നീ വീണ്ടും 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 സെയിം സാധനം ചോദിച്ചു ചോദിച്ചു വരാൻ എത്ര വേദന തരാൻ പറ്റുമോ അത്ര വേദന തരും. വീണ്ടും 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 സെയിം തിങ് again and again and again and again, day after day, month after month, year after year, same thing. എന്ത് same thing year after year? Why do you keep asking the same thing? Just forget it and you just forget it. വിടൂ. എടി ഇങ്ങനെ വിടുന്ന എന്റെ നാട്ടു റോഡിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടൂ 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 എന്ന് പറയാൻ നിനക്ക് എന്താ നാണല്ലേ? വിടൂ 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 എന്ന് പറയാൻ. അതന്നെ ഞാൻ പറഞ്ഞു. If somebody is using me for example, which is not in my control, I can only die. അത് ചെയ്യാം. റോബിൻ വില്യംസ് പോലെ one fine day I'm dead. I can do that. പിന്നെ കഴിഞ്ഞല്ലോ. നിന്നെ ആര് യൂസ് ചെയ്യുന്ന? അത് എന്തായിക്കോട്ടെ. എന്നത്തെ ഇത് ചോദിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങും. എനിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ താല്പര്യമില്ല. ആവശ്യമില്ല, താല്പര്യമില്ല. ദയവായി മനസ്സിലാക്കിക്കോ. നീ ഇത് ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. നീ 2 വർഷം ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് എന്താ ഇങ്ങനെ മാറ്റം? ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ശരിയാവും, നാളെ ശരി, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഇന്നും ശരിയാവും, നാളെ ശരിയാവും. എന്തെങ്കിലും ഒരു ബ്രേക്ക് கிடைக்கும், എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടും, എന്തെങ്കിലും ഒരു സ്മോൾ ഗ്യാപ്പ്, ഒരു ചെറിയ ബ്രേക്ക്, എന്തെങ്കിലും. പക്ഷെ ശരി, എന്നാലും നീ വന്ന് ഇത് പറയുന്നുണ്ടല്ലോ. നേരത്തെ നീ എന്തിനാണ് ഇത് നിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നീ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടിരുന്നത്? നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം വരുന്നില്ലായിരുന്നല്ലോ. നിനക്ക് പറഞ്ഞിട്ടായിരുന്നോ? 2 വർഷം മുമ്പ് പറഞ്ഞിട്ടായിരുന്നോ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഡയറക്റ്റായിട്ട് വന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടായിരുന്നോ? എന്തോന്നടി നീ പറയാ? നീ ഇതാ ചോദിക്കുന്നത്. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നിന്നെ പ്രേമിക്കുന്നത്? മഹിര, നീ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നീ പറയുന്നത്. നീ ഒന്നും ചെയ്തിട്ടില്ലേ, ഒന്നും അറിഞ്ഞിട്ടില്ലേ? ചുമ്മാ എന്നെ ഇതിനകത്ത് വലിച്ചിട്ടിട്ട് നീ ഇങ്ങനെ ചുമ്മാ കൈയും തട്ടി പൊടിയും തട്ടി പോവാണെന്ന് ഭയങ്കര മോശമല്ലേ നീ കാണിക്കുന്നത്? ചത്തൊന്നും പോണ്ട. ഞാൻ പറയുന്നത് കേക്കൂ, ഒരു കാര്യം കേക്കൂ. എന്റെ അമ്മോ, ഞാൻ നിനക്ക് റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. ഇത്ര ദിവസം എന്നെ 2 വർഷമായിട്ട് ഇത് ചെയ്തിട്ട് നീ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അല്ലെ, ഇത്ര ഇല്ലായിരുന്ന ഒരു സാധനം നിനക്ക് ഇപ്പൊ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നീ പൊക്കോ, പൊടിയും തട്ടി പൊക്കോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഞാൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല, ഇത് വേറെ സാധനം എന്ന് പറഞ്ഞു. റിലേഷൻഷിപ്പിന്റെ കാര്യമില്ല, പ്രേമത്തിന്റെ കാര്യമില്ല, ഇത് സത്യം. അങ്ങനെ പറഞ്ഞാൽ നീ പോകുമോ? അപ്പൊ പറയാം,
ശരി രക്ഷിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നീ പോകുമോ? പോവും, ഉറപ്പായിട്ടും പോവും, ഉറപ്പായിട്ടും പോവും. അപ്പൊ അങ്ങനെയാണ്. ശരി ശരി, ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടത് നീ ആ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. ഈ മഞ്ജു, നീ എന്തായി പറയുന്നത്? നീ ആ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ. ജസ്റ്റ് വിഡ്രോ ചെയ്യാൻ പറയില്ലെങ്കിൽ ഞാൻ നിന്റെ പുറകെ നിന്ന് വരാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞു? 2 ദിവസമായിട്ട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്ത് പറഞ്ഞു? നിനക്ക് കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എക്സാക്ട്ലി. ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടാണോ നീ കേസ് കൊടുത്തത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ കേസ് കൊടുത്തത്? ഇല്ല, that is beyond me. അത് ശരിയാവും. എന്റെ കയ്യിലില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ലൈഫ് വേണമെങ്കിൽ തരാൻ പറ്റൂ. ഞാൻ ചെത്ത് പോയാൽ നിനക്ക് പ്രശ്നം തീരില്ലേ? കേസ് ക്ലോസ് ആവില്ലേ? ആ സ്ത്രീ ചെത്തുപോയി, കേസ് ക്ലോസ് ആയി. അത് നടക്കല്ലേ? അത്ര എന്തിനു ബുദ്ധിമുട്ടേ? അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്റെ പിന്നാലെ വരുന്നില്ല. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യമില്ല. എന്റെ പൊന്നു മഞ്ജു, ഞാൻ പറയുന്നത് കേക്ക്. നീ ഉപദ്രവിക്കുള്ള പക്ഷെ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്തടി നീ പറയുന്നത്? കേസിന്റെ കാര്യം എന്റെ കയ്യിലില്ല. അതിന്റെ കൺട്രോൾ എന്റെ കയ്യിലില്ല. നീ കാണുന്ന പോലെയോ നീ മനസ്സിലാക്കുന്ന പോലെയോ ഇല്ലേ? മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാൻ പറ്റില്ല. അല്ല, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യേണ്ട സനൽ. ഞാൻ ചെത്തു പോവാം. ഓക്കെ, നിനക്ക് റിസൾട്ട് വരും. ഞാൻ ചെത്താലും ഇനി ഫ്രീ ആവും. എന്റെ കേസ് ക്ലോസ് ആവും. യു കെൻ ബി ഹാപ്പി. അതെന്തിന് നീ ചത്തിട്ട് എന്റെ കേസ് ക്ലോസ് ആവുന്നതിന്? നീ ചാവണ്ട. നീ മര്യാദക്ക് ജീവിക്ക്, നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക്. എനിക്ക് ഒരു പ്രശ്നമില്ല. നീ നന്നായിട്ട് ജീവിക്കും. നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാന് ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം. ഞാൻ നിന്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് നീ ആ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ കോളിലോ എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അപ്പൊ നീ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മ്യൂച്വലായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അത് തീർക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ട് പിന്നെ മൂവ് ചെയ്യാം. അതല്ലാതെ ആ കേസ് എങ്ങനെ അത് ഇട്ടുകൊണ്ട് ഞാൻ സിനിമ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എന്ത് എനക്കറിഞ്ഞൂടാന്ന് പറയുന്നത്? ഇതിൽ എനിക്ക് എത്ര മാത്രം എനിക്ക് ഇമ്പോസിബിൾ. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ല, നടക്കില്ല. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ലേ? നീ എന്തോ അഡൾട്ട് അല്ലേ? സോ യു കീപ് സേയിങ് എവരിതിങ് യു വാണ്ട് ടു. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ. എനിക്ക് മനസ്സിലാവും. നിനക്ക് 45-46 വയസ്സായ സ്ത്രീയല്ലേ? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഏതായിക്കോട്ടെ, പറഞ്ഞുകൊണ്ടേ. എനിക്ക് എന്ത് വേണമെങ്കിലും പറ. 46 വയസ്സായ സ്ത്രീ നിനക്ക്, നീ ഇപ്പൊ ഇത്രയും 2 വർഷം എന്നെ 5 വർഷമായി. 2 വർഷം നീ ആക്റ്റീവായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തു. പ്രേമം ശരി, സമ്മതിച്ചു, എല്ലാം ശരി. ഇപ്പൊ നിനക്ക് പോണം, ശരി, അതും സമ്മതിച്ചു. ഓക്കെ, പുതിയ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതൊക്കെ ശരി, അതെല്ലാം സമ്മതിച്ചു. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അത് ചെയ്യുമ്പം നമ്മൾ മിനിമം ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ? നീ അവിടെ ഉണ്ടോ? ഹലോ, മ്യൂട്ട് ചെയ്തിട്ട് പോയോ? ഹലോ. ഇല്ല, ബിക്കോസ് നിനക്ക് മനസ്സിലാവുന്നില്ല. You just don't seem to understand. നിനക്ക് you are very very focused.
വെരി ഫോക്കസ്ഡ്. ഫോക്കസ്ഡ് ഓൺ വാട്ട്? ഇയാൾ പ്രേമം നിനക്കൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വേണം. പേഷ്യൻസിന് സാധനമില്ല. പേഷ്യൻസ് നീ തന്നെ തീരുമാനിച്ചിട്ട് വൺ സൈഡായി തീരുമാനിച്ചിട്ട് നീ വെയിറ്റ് ചെയ്താൽ അത് നിന്റെ പേഷ്യൻസ്. ആരെങ്കിലും പറഞ്ഞിട്ട് നീ ചെയ്യില്ല. ഈ ഇയർപോഡ്സ് താഴെ വീണിട്ട് അതിനെ എടുക്കുമില്ല 100 ഹലോ ഉണ്ടോ, ഹലോ ഹലോ ഉണ്ടോ, ഹലോ ഉണ്ടോ, ഹലോ 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 മട്ട സൈഡിലെ ഫോൺ വെച്ച് ചെത്തുപോയി ആള്. കോൾ ഓണില്ലല്ലേ. എനിക്കങ്ങനെ അറിയാം. നീ അല്ലേ പറയുന്നത് നീ ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലാണെന്ന്. എന്തായിക്കോട്ടെ, ഏത് തേങ്ങ ആയിക്കോട്ടെ, വന്നാലും തിരിച്ചു വരും, ഇല്ലെങ്കിൽ വരില്ല. സോ നീ 1000 തവണ ഹലോ പറയുമോ? ആള് ഭയങ്കര ഗംഭീരം തന്നെ. എന്തടി ഇത്? ഏത് തേങ്ങ ആയിക്കോട്ടെ, എത്ര ഗംഭീരമായിക്കോട്ടെ, എത്ര ടാലന്റ് ആയിക്കോട്ടെ, ഏത് മയില് തേങ്ങ ആയിക്കോട്ടെ, പക്ഷെ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാല് എടി പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിടൂ. പ്രേമത്തിന്റെ കാര്യം വിടൂ. നിനക്ക് പ്രേമമില്ല, ശരി, നമുക്ക് പ്രേമമില്ല. 2 വർഷം പ്രേമം എന്ന് പറഞ്ഞിട്ട് നീ ചുമ്മാ എന്നെ എന്നെ ഇവിടെ പിടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു? എത്ര രാത്രികൾ വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞു. നിനക്ക് മുൻപ് പ്രേമം ഉണ്ടായിരുന്നു, പ്രേമം തീർന്നു. എത്ര ഏപ്രിൽസ് ഉണ്ടായിരുന്നു? ഒന്ന് സ്റ്റാർട്ട് ഉണ്ടോ, രണ്ടുണ്ട്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഈ രണ്ട് എന്റെ ഇവന്റ്സ് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രേമം എന്ന് പറഞ്ഞിട്ട് നീ എന്റെ അടുത്ത് വന്ന് ഇത് ചെയ്യുന്നു, ഞാൻ അതിനകത്തോട്ട് എടുത്ത് ചാടുന്നു, കേസാവുന്നു, വഴക്കാവുന്നു. 2 വർഷം ഞാൻ പ്രേമത്തില് വന്നില്ല. ഞാൻ പ്രേമത്തില് വന്നു. എന്തിന്റെ കള്ളം പറയുന്നത്? ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു. നേരിട്ട് പറയുന്ന എന്തിനാ? നേരിട്ട് പറയാൻ നിനക്ക് ഒന്നും പറ്റില്ലല്ലോ. നേരിട്ട് പറയാൻ ഇപ്പോഴും പറ്റില്ലല്ലോ നിനക്ക്. നിന്റെ കുറെ കൊനഷ്ട പരിപാടികൾ എന്റെ കൂടി കാണിച്ചിട്ട് ഓടിയോടുന്നു. ഈ ആൻ മേരി എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരി, ഇല്ല, അത് പോട്ടെ. എല്ലാം എന്റെ കുറ്റം. അതെല്ലാം എന്റെ കുറ്റം. പക്ഷെ ഈ 2 വർഷമോ? അതെന്താ ചെയ്യാൻ പറ്റിപ്പോ? ഞാൻ ട്രൈ ചെയ്തു. ഞാൻ വന്നു, ട്രൈ ചെയ്തു. ഒന്നും നടക്കുന്നില്ല. എന്റെ ലൈഫ് ഇങ്ങനെയാണ്. അത് തീർന്നു. എന്റെ ലൈഫ് തീർന്നു. അതിൽ നിന്നെ വാരി വെച്ചിട്ട് പോകാൻ പറ്റില്ല. നിന്നെ പോകാൻ പറഞ്ഞ നീ പോകുന്നില്ല. മര്യാദ നീ പോകാൻ സമ്മതിക്കുന്നു. പ്രേമമില്ല, പോയി whatever shit it is, നീ പോയി പറയുന്നു. പക്ഷെ കേസിന്റെ കാര്യം അതെപ്പോ ശരിയാവും, അതപ്പം തന്നെ ശരിയാവും. ഞാൻ പോവാൻ പറ്റില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ പോവാം. എനിക്ക് കേസിന്റെ കാര്യത്തില് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇത്ര ഇല്ല, ഞാനായിട്ട് ജീവിച്ചാൽ മാത്രം തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. I cannot. വേറെന്തെങ്കിലും ഐ ഡോണ്ട് നോ. കയറ്റത്തിന്റെ കറി വിടും. വഴക്ക് ചോട എന്തിനാ വന്നിട്ടില്ല. നിന്നെ ആര് ടാർഗറ്റ് ചെയ്യണോ എനിക്ക് അറിഞ്ഞൂടാ. ഏത് എലിമിനേഷൻ പ്രോസസ്സോ ഏത് എലിമിനേഷൻ തേങ്ങായോ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, കയറ്റത്തിന്റെ കാര്യം പറ. അതെന്താ ചെയ്യാൻ പറ്റാതെ? എനിക്ക് പറയാൻ പറ്റില്ല. ശരി, ഞാൻ ഒരു സൊല്യൂഷൻ പറയട്ടെ. ഞാൻ നിന്റെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് ആ കയറ്റം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു സാധനത്തിലും, പിന്നെ കയറ്റത്തിന്റെ കാര്യത്തിലാണ് ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിലും പറഞ്ഞിട്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എല്ലാ പ്രേമലേഖനം എഴുതി അയച്ചല്ലേ. ഇപ്പൊ വീണ്ടും യു ഹാവ് ടു ഗിവ് ഇറ്റ് എ ബ്രേക്ക്. This is the problem with you. Without consultation, you just send a message. Now you are saying it is a clear case of manipulation. ഇപ്പൊ സിനിമയുടെ കാര്യത്തെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്ന എല്ലാവരും കാര്യം. So it is evident. എന്ത് കണക്ട് ചെയ്യാൻ? നീ ഇന്ത്യയിൽ ഇരിക്കുന്നു, ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നു. എന്ത് ഇന്റർനെറ്റിൽ കൂടെ നിന്നെ റേപ്പ് ചെയ്യും ഞാൻ? പിന്നെ നിനക്ക് തമാശ ചിരിച്ചാൽ വലിയ ദേഷ്യം. ദൈവം ചിരിക്കുമെങ്കിൽ ചിരിച്ചു എന്നോട് സംസാരിക്കുന്നത്.
സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചിരി വന്നാലും എനിക്ക് ചിരി അടക്കണം. ശരി. You must be able to control yourself. Okay. If you cannot control yourself, please get the fuck out of here. Okay. ഞാൻ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? മോയോട് സംസാരിക്കുമ്പോ കേട്ടത്തിന്റെ കാര്യം നീ പറഞ്ഞാലിപ്പോ നീ അതിന്റെ മുമ്പ് പ്രേമലേഖനം അയക്കാതെ ഇരുന്നെങ്കിൽ ഇപ്പോഴാ ഓക്കെ. പക്ഷെ നീ കുറേ സാധനങ്ങൾ അയച്ചു. എടി മൈരെ, നീ ഈ പറയുന്നത് പോലെ നേരത്തെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതിനകത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ മര്യാദയ്ക്ക് നീ ആയിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ അത് തീർത്തേനെ. എത്രയോ പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ, എന്റെ ത്രൂ ആരോ പറഞ്ഞോ, എന്തായിക്കോട്ടെ. നീയല്ലേ പറയേണ്ടത്? whatever it was, it is over. അതിനെ കുറിച്ച് കറഞ്ഞോ ആലോചിച്ചോ ഒരു കാര്യമില്ല. സോ give it a break or I don't know. It is beyond. ഞാൻ ഒരു കാര്യം മാത്രമേ പറയാം. It is beyond my control. അത്ര മാത്രം എനിക്ക് പറയാൻ പറ്റും. ഈ നോവലിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വീഡിയോ കോൾ is impossible. വീഡിയോ കോൾ ഇസ് ഇമ്പോസിബിളോ? No, yeah, it's impossible. വീഡിയോ കോൾ വിളിച്ചാൽ നീ കരയും, അതാണ് നിന്റെ പ്രശ്നം. It is impossible. അതന്നെ, വീഡിയോ കോൾ വിളിച്ച എന്റെ മുഖം കണ്ടാൽ നീ കരയും, അതുകൊണ്ട് വീഡിയോ കോൾ സമ്മതിക്കില്ല. ഇല്ല, അത് എന്റെ കൺട്രോളിലില്ല. നീ മനസ്സിലാക്കിക്കണം. I cannot explain more than this. എന്ത് നിന്റെ കൺട്രോളിലില്ല എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഈ അവസ്ഥ നിന്റെ വീട്ടുകാർക്ക് അറിയാമോ? അവരാരും നിന്റെ കൂടെ നിൽക്കൂലേ? I cannot explain more than this. I cannot answer more than this. Please understand. If you cannot, leave me alone. If you can understand. If you cannot understand, ദയവായി വിടൂ. Leave me alone. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ജീവിച്ചു. നിന്റെ കാര്യത്തിൽ I don't know why we crossed path. I don't know why this happened. I don't know what fucking shit happened. I don't understand. നിന്റെ അറസ്റ്റും അതും ഇതും. I didn't have any control then. I don't have any control now. Okay, solution. If I told you, I'm telling you, you go ahead and do your films. Just the way you did. Forget work and kaitam and chola. Okay, just make a movie like how you did before. ഇനി അതങ്ങനെ പറ്റില്ല. അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തീരാതെ, ഇത് നമ്മൾ സംസാരിച്ച് തീർക്കാതെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ഒരു സിനിമ എടുക്കാൻ ശ്രമിക്കുമ്പോ തന്നെ ഈ പറയുന്ന പ്രശ്നം വരും, തടസ്സം വരും എന്ന് വെച്ചാൽ ഞാൻ ലൈം ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ഇഷ്യൂ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വലിയ തടസ്സം ഉണ്ടാക്കും. എന്താണിത്? നിന്റെ ആളുകൾ തന്നെ തടസ്സം ചെയ്യുന്നത്. നിന്നെ ആരാണോ പിടിച്ചു വെച്ചിരിക്കുന്നത്, നീ ഇപ്പൊ പറയുന്നു നിന്റെ കൺട്രോളിലല്ല. അപ്പൊ ആരുടെ കൺട്രോളിലാണ് നീ? അവര് തന്നെ തടസ്സം ഉണ്ടാക്കും. അത് നിനക്കല്ലേ അയച്ചത്? നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊന്നും അയച്ചില്ലല്ലോ. നിന്റെ മൊബൈലിലല്ലേ അയച്ചത്? How do you know what is fact and what is not fact? ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്. Everything is open എന്ന് എത്ര പറഞ്ഞിട്ടുണ്ട്. എവരിത്തിങ് ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സംസാരിക്കുന്നത് ഓപ്പൺ ആകുമോ? വേറെ ആരെങ്കിലും? ഇല്ല. അതന്നെ കോണസ്റ്റ് കാര്യങ്ങൾ. നീ കോണസ്റ്റ് സ്ഥലത്തിലല്ലോ ആലോചിച്ചത്. നീ അയച്ചത് എന്റെ മൊബൈൽ നമ്പർക്ക്. ഞാൻ ഇത്ര ശ്രമിച്ചു കോണസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് ഒരിക്കലും. എന്തെങ്കിലും ലോജിക് വേണ്ടേ? അത് മനസ്സിലാക്കണ്ടേ? നീ പക്ഷെ ഭയങ്കര മോശം പരിപാടി കാണിക്കുന്നു. അത് മാത്രം ഞാൻ പറയാം. നീ എന്ത് കാരണം കൊണ്ടോ എന്ത് കാരണം കൊണ്ടോ മീൻസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം അത്രമാത്രം പറയാൻ പറ്റും. സംതിങ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മൈ ഓൺ ലൈഫ്.
and your life or my own life, something is എന്നാ പിന്നെ ഈ 2 വർഷം നീ എന്തിന് എന്നെ പിടിച്ചു നിർത്തി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 2 വർഷം എന്തിനാണ് നീ രാത്രിയും പകലും എന്റെ കൂടെ നിന്ന് പ്രേമം എന്ന് പറഞ്ഞ് നിർത്തി? because ഞാൻ ട്രൈ ചെയ്തു. എടി നീ ഞാൻ ഒരു ആളെ ശ്രമിക്കില്ല. ഇപ്പൊ നീ സിനിമ ചെയ്യാൻ എത്ര വർഷം ശ്രമിച്ചു? എന്തിനാ ശ്രമിച്ചു? പടം ഒന്നും പുറത്തു വന്നിട്ടില്ല. കമേഴ്ഷ്യൽ സക്സസ് ആയിട്ടില്ല. പിന്നെ എന്തിനാ പടം എടുക്കുന്നു? Just because you're trying, man. Human beings have hope and they try. What the fuck are you talking about? Indina means what? Because you have hope. You're a human being. I'm a human being. I had hope. I tried. I failed. There's ഒരു മെച്യൂരിറ്റി വേണം ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ. ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എനിക്ക് ഞാൻ നിരപരാധിയാണെന്ന് എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു. അതെങ്ങനെയാടി ഇത്ര എന്നെ നട റോഡിൽ പിടിച്ചിട്ട് അലക്കിയിട്ട് നാട് മൊത്തം നാറ്റിയിട്ട് എന്റെ ലൈഫും കളഞ്ഞിട്ട് എന്റെ കുടുംബവും ഇല്ലാതാക്കിയിട്ട് എന്റെ കരിയറും ഇല്ലാതാക്കിയിട്ട് 2 വർഷം നീ എന്റെ ഫുൾ രാത്രി മുഴുവൻ എന്നോട് സംസാരിച്ച് നീ ഇരിക്കുക, ഞാൻ വരാം, ഇത് ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നീ പറയുന്നു അത് കഴിഞ്ഞു എന്ന്. നീ എന്താടി നീ? അയ്യോ 2 വർഷം don't confuse things. 2 വർഷം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ? വീണ്ടും പറയണു, ഐ കൻ ഓൺലി ഗിവ് മൈ ലൈഫ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് നിന്റെ അമ്മയ്ക്കും നിന്റെ ചേട്ടനും ഒക്കെ അറിയാലോ നിനക്ക് നിന്റെ മനസ്സിലിരിപ്പോ എന്തായിരുന്നു എന്ന്? അറിഞ്ഞിടാത്ത കാര്യമാണോ? അവർക്ക് അറിഞ്ഞൂടാ? ആർക്കും ഒന്നും അറിഞ്ഞൂടാ ലൈഫിൽ. ആർക്കും ഒന്നും അറിഞ്ഞൂടാ. എന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മാത്രം അറിയാം. എനിക്ക് മാത്രം. ഇപ്പൊ അതും ഈ 2 വർഷമായിട്ട് ഞാൻ എന്ത് ശ്രമിച്ചു? ഇതിന്റെ കേസിന്റെ കാര്യം എന്തെങ്കിലും ശരിയാക്കാൻ ശ്രമിച്ചു. ഓക്കെ, നേരിട്ട് വന്നു എന്നോട് പറഞ്ഞാലും പ്രോബബ്ലി നിനക്ക് മനസ്സിലാവുന്ന പറഞ്ഞു. ശരി, അത് മാത്രമാണോ? നീ പിന്നെ പ്രേമം എന്ന് എത്ര തവണ പറഞ്ഞിട്ട് കൂടെ ഇരുന്നു? എത്ര തവണ? അയ്യോ എന്നെ പ്രേമം, എന്നെ തൂറാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ 24 മണിക്കൂറും പ്രേമം. എന്താടി നീ? എന്നിട്ട് ഇപ്പൊ പറയുന്നു ഞാൻ ശ്രമിച്ചു, നടന്നില്ല, ഞാൻ പോടുന്നു. കൊള്ളാം, നീ അടിപൊളി. ഇല്ല, ഇപ്പൊ പ്രേമം വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണു? അച്ചാർ ചെയ്യട്ടെ. പ്രേമം വെച്ചിട്ട് എന്ത് ചെയ്യാം? അച്ചാർ ചെയ്യട്ടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണ്ട അത്. നിന്റെ പ്രേമം എനിക്ക് വേണ്ട. എന്തായാലും നീ ഇത് നേരത്തെ നിന്റെ സ്വഭാവം ഇതായിരുന്നു എന്ന്, നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ പോയേനെ. എനിക്ക് അയ്യേ, ഞാനിങ്ങനെ ഒരാളെ അല്ല. നിനക്ക് നിന്നെ അറിഞ്ഞുകൊടുത്തുണ്ട്. നീ എന്താ വിചാരിച്ചേ? നീ കുറച്ചു ദിവസം മുമ്പ് നീ പേടിച്ചതെന്ന് വെച്ചാല് 2 വർഷം ഇങ്ങനെ നിർത്തിയത് കൊണ്ട് ഞാനിവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി, എന്തൊക്കെയോ ചെയ്യും ഞാൻ, മറ്റേ ഇതിന്റെ ഈ none of those. No, Sana. You're again misunderstanding. Sana, you're again misunderstanding. ദയവായി കേൾക്കും. ആദ്യത്തില് നീ ഈ ചാടി പുറത്തിരുന്നെങ്കിൽ ഇത് ചെയ്യുമ്പോഴല്ല എനിക്ക് ഒരു മൈൽ പ്രേമമില്ലായിരുന്നു. ഒന്നില്ലായിരുന്നു. സത്യം, ഒന്നില്ലായിരുന്നു. I was in a very, very big problem then. I'm in a bigger problem now. അപ്പോൾ വലിയ പ്രശ്നത്തിലായിരുന്നു. ഇപ്പൊ അതിന്റെ വലിയ പ്രശ്നത്തിലായി. ഇപ്പൊ ഇതാണ് സത്യം. This is true. Because the lives of others is entangled to me and it will be lost. I cannot afford that. ഇത് കൊള്ളാലോ. സത്യം. ഈ ഒരു മനുഷ്യനെ നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി, കുടുക്കി, പ്രശ്നം ഉണ്ടാക്കി, ഒരു ഫിലിം മേക്കറെ സമൂഹത്തിൽ മൊത്തം നാറ്റിച്ച് ഇല്ലാതാക്കിയിട്ട് നീ ഇപ്പൊ പറയുന്നു അതിന്റെ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫ് പോകുമെന്ന്. നിനക്ക് നിന്റെ ലൈഫ് ഇമ്പോർട്ടന്റോ ശൈലേന്ദ്ര കൈലാസനോട് ലൈഫ് ഇമ്പോർട്ടന്റ് ആണോ? എന്റെ ലൈഫ് പോലെ തന്നെ അവരുടെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ഡിഫറെന്റ്. നിനക്ക് നിന്റെ മോളുടെ കാര്യമാണോ നീ പറയുന്നത്? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇടി എന്താടി സംഭവിക്കുന്നത്? നീ വല്ല അധോലോക ഇതിനകത്ത് വല്ലതാണ് കിടക്കുന്നത്?
ഭർത്താവ് ചത്തുപോയിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ എനിക്ക് സോറി കൂടെ പറയാൻ പറ്റില്ല. ഐ കനോട്ട് ഈവൻ സേ സോറി. ഐ കനോട്ട് ഈവൻ സേ സോറി. That much I've been affected. നീ ചെയ്തത് പക്ഷെ നീ ആദ്യത്തിൽ ചെയ്തത് തെറ്റ്. ആദ്യത്തിൽ ചെയ്തത് തെറ്റ് തന്നെ എനിക്ക് പറയാൻ പറ്റും. എടി ആദ്യത്തിൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാല് നിന്റെ കൂടി നിനക്ക് ഞാൻ ആദ്യത്തെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോ നിക്ക് it was, I am telling you, I was in a big problem. I still am and I will continue to be. What you did was a mistake. എടി എനിക്ക് നിന്നെ ഞാൻ കാണാൻ വന്നപ്പോ നിന്നെ എടുത്തെറിഞ്ഞതുപോലെ വണ്ടിക്കകത്ത് ഇട്ടോണ്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നീ എന്തോ ക്യാപ്റ്റിവേഷനിലാണെന്ന്. മനസ്സിലായല്ലേ? അതെങ്ങനെയാടി നീ ഒരു മനുഷ്യജീവിയല്ലേ? നീ എന്റെ ഞാൻ എന്നോട് വന്ന് ചോദിച്ചോ എനിക്ക് ഹെൽപ്പ് വേണമെന്നോ? നിന്നോട് പ്രേമം ഇപ്പൊ പറഞ്ഞോ? എന്തെങ്കിലും ഡയറക്ട് കമ്മീഷൻ ചെയ്തിരുന്നോ? എന്തെങ്കിലും മിണ്ടിയോ? ഞാൻ വെറുതെ നീ ചാടി നിന്റെ തലയിലെ മണ്ണ് വാരി ഇച്ചിട്ട് ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആവും അതിന്? ഇറ്റ് ഇസ് വെരി വെരി നീ ചെയ്തതാണ് മോശം. എടി നീ ഒരു മനുഷ്യജീവിയല്ലേ? നിന്റെ കൂടെ എന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്ത ആളല്ലേ? എനിക്ക് താല്പര്യമുള്ള ഒരു മനുഷ്യ സ്ത്രീയല്ലേ? അത് നിന്റെ സെൽഫിഷ്നെസ്. പിന്നെ വളരെ മോശമാണ്, വളരെ വളരെ മോശം. ഞാനല്ല മോശം ചെയ്തത്. ശരി, ഞാൻ അത് ചെയ്തു, കാണാൻ വന്നു, ഇതായിപ്പോയി, തെറ്റി, ശരി. നിനക്ക് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞൂടെ എങ്ങനെയൊക്കെയാണ് പ്രശ്നം? എനിക്ക് യാതൊരു താല്പര്യമില്ല പറഞ്ഞൂടായിരുന്നോ? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോഴും നിനക്ക് പറഞ്ഞൂടെ ഇത് പ്രശ്നമാണ്, എനിക്ക് താല്പര്യമില്ലെന്ന് നിനക്ക് പറഞ്ഞൂടെ? നീ മിണ്ടാതിരുന്നോണ്ടല്ലേ? If it was possible, I would have. Please understand. Why is it not? Why is your brain just not going beyond a particular point? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഒരു പപ്പറ്റ് പോലെ ഇത്ര കാലം ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ നിന്നെ ആർക്കൊക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടാവും? നിന്നെ നീ ഇങ്ങനെ പപ്പറ്റായിട്ട് നിൽക്കാൻ നിനക്ക് നാണമില്ലേ? ഹലോ, I am tired. Okay? I am tired answering your questions. I am just tired. നീ ഇത്രയും ഇതുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ? നിന്നെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ആളുകൾ ഇത് ചെയ്യുമ്പോൾ നിനക്ക് ഒന്നും തോന്നൂല്ലേ? I am tired. നിനക്ക് എന്താടി ഇങ്ങനെ ഭയങ്കര മോശം നീ കാണിക്കുന്നത് കേട്ടോ മഞ്ജു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഇത് ബാക്കിയുള്ളതൊക്കെ പോട്ടെ, എനിക്ക് നിന്റെ പ്രൈവറ്റ് കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു, അത് പോട്ടെ, എന്തോ ആവട്ടെ. നീ ട്രൈ ചെയ്തു, നടന്നില്ല. നിനക്ക് ഒരുപാട് ആളുകളുടെ ലൈഫിന്റെ ഇഷ്യൂ ആണ്, അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ മൂവ് ഓൺ ചെയ്യണം. ഞാൻ മൂവ് ഓൺ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിനക്ക് എന്റെ കൂടി പ്രേമമുണ്ട് എന്നുള്ള ഇതിൽ നീ 2 വർഷം ഇരുട്ടുകളെ വെളുക്കെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ സമ്മതിക്കാതെ ഞാൻ വരുന്നു. വാൾമാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ ഞാൻ വരുന്നു. രാത്രി നീ എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു ഞാൻ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല, അതുകൊണ്ട് നീ പൊക്കോ. ഓക്കെ, ശരി, നിനക്ക് പ്രേമമില്ല, ശരി, ഞാൻ പോകുന്നു എന്റെ പാട്ടിന്. ഞാൻ എന്റെ കൂടെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ ഞാൻ നടക്കൂല, അതെന്റെ സ്വഭാവമല്ല. സോ ഐ എം റെഡി ടു ഗോ. പക്ഷെ അതല്ലല്ലോ ഇപ്പൊ പോകുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെന്തെങ്കിലും ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. കേസ് പിൻവലിക്കുകയോ. അതന്നെ ഞാൻ പറഞ്ഞു കൊച്ചു, എന്റെ കൊച്ചു, അയ്യോ എന്റെ ദൈവമേ, അതെനിക്ക് പറ്റില്ലാടാ, എനിക്ക് പറ്റില്ല. നീ എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കടേ. നീ കൊച്ചു പറ്റില്ലാടാ എന്തിനീ മഞ്ജു നീ പറയുന്നത്? നിനക്ക് എത്ര നീ നാണം ഉണ്ടോ നിനക്ക്? ഞാൻ ടയർഡായി.
ഞാൻ തളർന്നു, ശരിക്കും തളർന്നു. I cannot, there's a limit to which a person can handle emotionally and physically. It is beyond. ഞാൻ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണോ, എനിക്ക് സൊല്യൂഷൻ വേണം, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രേമലേഖനം എഴുതാതെ ഇരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ആലോചിക്കും, ഇയാള് സിനിമയുടെ കാര്യം യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നു. ഒരാളാറില്ല. പിന്നെ ഒരാളുടെ കാര്യം മയിര് മട്ട് ഞാൻ എന്റെ whatever I say is not going to happen, nor is going to be taken into consideration. So I don't know how. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞിട എന്താ ചെയ്യാൻ പോണോ, ഇങ്ങനെ ചെയ്യാൻ പോണോ എനിക്ക് അറിഞ്ഞിട. ഇതൊക്കെ സൊല്യൂഷൻ ഇല്ലാതെ എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റെങ്കിൽ ദയവായി ചെയ്യും. ഇല്ല, ഞാനിതിന് സൊല്യൂഷൻ ഉണ്ടാക്കും, പക്ഷെ അത് നിനക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. അതന്നെ പറഞ്ഞു. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ പപ്പറ്റായിട്ട് നീ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നിനക്ക് ഡാമേജ് ഉണ്ടായാലും ഡിഫമേഷൻ ഉണ്ടായാലും ഓക്കെ. ഡിഫമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നീ ഇങ്ങനെ കാവറ്റിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് ഡിഫമേഷൻ ആണ് ഉണ്ടാവാനിരിക്കുന്നത്? That is no, that is not possible. It is the life of my blood, my own flesh and blood. I will not risk it. എന്തായാലും ശരി. നീ നിന്റെ മോളുടെ കാര്യമാണോ പറയുന്നത്? നിനക്ക് മനസ്സിലാവണില്ലേ? നിനക്ക് ഇത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലോ നിനക്ക് മനസ്സിലാവോ? നിനക്കില്ലെങ്കിൽ മനസ്സിലാവൂല്ലേ? നീ തീറ്റ തിന്നോ? ബ്രെഡും എന്താ തിന്നണം നീ? മഞ്ജു, നീ എന്താ ഇങ്ങനെ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് വാക്കിൽ പറഞ്ഞാൽ മാത്രമാണോ നിനക്ക് മനസ്സിലാവുന്നത്? ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവൂലേ? ഞാൻ എത്ര ഇഗ്നോർ ചെയ്താലും വീണ്ടും അതേ ചോദ്യം നിനക്ക് മനസ്സിലാവുന്നില്ല. മഞ്ജു, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ താല്പര്യമില്ല. നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ മര്യാദയ്ക്ക് ജീവിച്ചു പോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിനക്ക് അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നു ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുമോ അങ്ങനെ ഒരാളാണ് നീ? ഇല്ല, എനിക്ക് മനസ്സിലായി. എനിക്ക് നേരത്തെ മനസ്സിലായി ആ കൊച്ചിന്റെ ജീവിതം പ്രശ്നത്തിലാണ് എന്ന് നേരത്തെ മനസ്സിലായി. പിന്നെ എന്തിനാ വീണ്ടും ഐ എം ഇഗ്നോറിംഗ് ദ ടോപ്പിക് ഇൻ യുവർ അഗൈൻ ആൻഡ് അഗൈൻ ടച്ചിങ് ഇറ്റ്? അത്ര സെൽഫിഷ് ആണോ നീ? കുഞ്ഞോട് ലൈഫ് ഞാൻ ആ ടോപ്പിക് ഇടി അത്ര അനാർക്കിയുള്ള ഒരു സ്ഥലത്താണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു 12 മണി നേരം നീ വീണ്ടും സെയിം സാധനം ചോദിക്കുന്നു. വാട്ട് ഡു യു വാണ്ട് ടു എസ്റ്റാബ്ലിഷ്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഐ എം എ മദർ ഫസ്റ്റ്. പക്ഷെ അത് നീ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ പബ്ലിക്കായിട്ട് പറയടി അങ്ങനെയാണെങ്കിൽ. I don't want your solutions. I don't want your advice. I am trying to ignore a topic. വീണ്ടും എന്താണ് നീ? What are you trying to establish? എന്താണ് നീ ചെയ്യുന്നത്? ഈ ഫോൺ ടാപ്പ് ആയാലും ഇത് I am trying to ignore a topic. നീ വീണ്ടും അവിടെ വന്ന് നിൽക്കുന്നു. നീ എന്ത് വേണം ചെയ്യും, ദയവായി പോക്കോ. If you think I'm worthy of defamation, please go do it. If you think your life is more important than that, please go do it. Please go. ഇത്ര ഒരു മോശമായ ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. I am trying to ignore a topic. No. ഇത് ഞാൻ ചെയ്യൂലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ഞാനിതൊന്നും പബ്ലിക് ആക്കാനൊന്നും പോകില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് പബ്ലിക് ആക്കണം. കാരണം അത്രയും ഒരു കൊച്ചിന്റെ ജീവിതം, നിന്റെ ജീവിതം, അങ്ങനെയൊക്കെ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളെ പപ്പറ്റ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ അതറിയണ്ടേ, ലോകം അറിയണ്ടേ? Leave this alone. No, Manju. I will come out of it. No, Manju. No. No. ഇതിപ്പോ ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് പറയും. എനിക്ക് വേണ്ട. എന്നെ ദയവായി വിട്. ഞാനിത് പറയും. നീ എന്തോ ചെയ്യ്. നീ പ്രിപ്പയർ ആയിരുന്നോ? ഞാൻ ഒരു കാര്യം പറയും. ഞാൻ പറയും. യു ബി പ്രിപ്പയർഡ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് പബ്ലിക്കായിട്ട് പറയും.
I cannot be prepared. Please You leave me alone. be prepared. You be prepared, Manju. No. I will do this. I will do this. You be prepared. No. ഞാൻ അത്ര മാത്രം പറയുന്നുള്ളൂ. You be prepared. I will make it public. Are you threatening me? No. Threatening ഒന്നുമില്ല. You are threatening me. എന്തിന്? നിനക്ക് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു, പ്രേമത്തിൽ പറഞ്ഞു, ദയവായി വിടൂ, ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെ പറ്റില്ല. എനിക്ക് പറ്റും. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. എനിക്ക് പേഷ്യൻസ് is. I am being patient. Don't ruin my life, please. It is already very ruined. പക്ഷെ നീ ഈ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള, ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അത് നീ പബ്ലിക്കായിട്ട് നീ അഡ്രസ് ചെയ്യുന്നതാണ് നല്ലത്. അത് മാത്രം ഞാൻ പറയാം. Thank you for your advice. Thank you very much for your advice. People are different. Please respect it. Please give that respect for people being different. എല്ലാരും നിന്നെ പോലെ ഇരിക്കണമെന്ന ഒരു ആവശ്യമില്ല. There are different ways of handling different things. Please respect it. Don't look at it only from your point of view. Please respect it. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട്, എനിക്കെതിരെ നിന്നെ ഉപയോഗിച്ചിട്ട് കള്ളക്കേസ് കൊടുത്തു, അതേപ്പറ്റി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ പറയുന്നു. Can you just, oh God, വീണ്ടും എന്നെ കുറിച്ചും എന്റെ ഫാമിലിയെ കുറിച്ചും ദയവായി do not say anything in public. I will handle it the way I have to handle it. അല്ലല്ല, നിന്നെ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചും എന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്നെ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നിന്റെ മോളുടെ കാര്യം, നിന്നെ ത്രെട്ടൺ ചെയ്യുന്ന കാര്യം. ഞാനിതൊന്നും പബ്ലിക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നില്ല. ഞാനിത് പബ്ലിക്കായിട്ട് ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ടല്ല, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് നീ എന്നെ കണക്ട് ചെയ്തിരിക്കുന്നു, പ്രേമം എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇപ്പൊ നീ പറയുന്നത് നിനക്ക് പറ്റില്ല. അതിന് കാരണം എന്താണ്? ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ. എന്താണ് ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ? അതല്ല, ലൈഫ് നിന്റെ കണക്ട് ചെയ്തതോ അത് നിനക്ക് പബ്ലിക്, എനിക്ക് സോ യു ആർ ബേസിക്കലി ബിക്കമിങ് ദ ഇൻസ്ട്രുമെന്റ് ടു മൈ ഡെത്ത്. അത് മനസ്സിലായി. അതെന്തിന്? ബിക്കോസ് പബ്ലിക്കായിട്ട് പോയാൽ ഇറ്റ് ബിക്കംസ്, ഞാൻ പബ്ലിക്കായിട്ട് നിന്റെ കണക്ട് ചെയ്തോ ഇല്ലല്ലോ. അല്ല, പബ്ലിക്കായിട്ട് പോയാൽ എങ്ങനെയാണ് നിന്റെ ഡെത്തിന് കാരണമാവുന്നത്? Obviously, എങ്ങനെ? You are because nobody knows that I'm connecting with you, no? Now you are now I'm saying now what is the reason for this? What is the reason for me to ask you to go? Because Nisneham, ഈ ഒരു കൊച്ചിന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാല് ഇങ്ങനെ ഇരുന്ന് വയസ്സാണ്. പക്ഷെ ബിക്കോസ് ഓഫ് മീ എന്തെങ്കിലും നീട്ടിക്കൊണ്ട് പോണു, ഐ എം ഹോൾഡിംഗ് യു ബാക്ക്, വിച്ച് ഇസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തു, സത്യസമാധാനം ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല. സോ ഐ വോണ്ട് യു ടു ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ യു ഹാവ് ടേക്കൻ ഇറ്റ് ഓൺ എ ഡിഫറെന്റ് ലെവൽ നൗ. ഈ പബ്ലിക്, വാട്ട് യു മീൻ യു വോണ്ട് ടു മേക്ക് ഇറ്റ് പബ്ലിക്, മാൻ? You are just become an institute. എന്റെ യമധർമ്മമായി നീ പോയി. ഇത് by making, if I have to connect with you publicly, I would have connected with you publicly, isn't it? നിനക്കത് പറ്റില്ലെന്നല്ലേ പറയുന്നത്? നിനക്ക് പേടി, കാരണം നിന്റെ കൊച്ചിന്റെ കാര്യം. Whatever it is, Sana. Whatever it is. എടീ മഞ്ജു, wait. You have to respect my thoughts and my review of life, isn't it? Anything it is, any shit, ഏത് ഷിറ്റായിക്കോട്ടെ. You have to respect it, isn't it? മഞ്ജു, കേളു. ഞാൻ ചെത്തുപോയാൽ തന്നെ നിനക്ക് മനസ്സമാധാനം. എടി മൈര, നീ എന്തിനു ചാവുന്നേ? ഇല്ല, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ലും. നീ മിണ്ടാതെ, ഇല്ലെങ്കിൽ നീ കൊല്ലും. You will become an instrument to my death. അത് ഉറപ്പ്. ഞാൻ പബ്ലിക്കായിട്ട് പറയും. പബ്ലിക്കായിട്ട് ഉറപ്പായിട്ടും പറയാം. കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയ സോഷ്യൽ ഈവിളാണ്. നിന്നെ ഉപയോഗിച്ചിട്ട് എന്നെ കുരുക്കുന്നത് എന്തിനാണ്? നിന്നെ ഉപയോഗിച്ചിട്ട് എന്ത് പ്രേമം പറഞ്ഞുകൊണ്ടോ? ഈ 2 വർഷത്തെ കാര്യം നീ പുറത്ത് പറയരുത്. ബിക്കോസ് ഞാൻ പബ്ലിക്കായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. It will ruin my entire lineage.
ബിക്കോസ് ഇത്ര വലിയ സെക്യൂരിറ്റി ഇറങ്ങും ഞാൻ എങ്ങനെ ഇത് ചെയ്തു. അപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൊന്ന് തീർക്കും. സോ ഈ 2 വർഷം നീ കാര്യം പുറത്തു പറഞ്ഞു പോയാൽ ഇത് തന്നെ സംഭവിക്കാം. യു ബി പ്രിപ്പയർഡ്. ഞാനത് പറയും. ദിസ് ഈസ് ദി ടൈം.